ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ലോകത്തിലെ ഒരുപാട് മിറാക്കിളുകളിൽ ഒന്നായ ദുബായിലെ മിറാക്കിൾ ഗാർഡനിലെ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മളവിടെ പോയിട്ട് 1 വർഷമായെന്ന് ഗൂഗിൾ ഫോട്ടോസ് നോട്ടിഫിക്കേഷൻ അറിയിച്ചപ്പോൾ അന്നത്തെ വീഡിയോ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി ഓർമ്മകൾ അയവിറക്കിയിരുന്നു. പിന്നെ ഓർത്തു, ഈ മിറാക്കിൾ ഗാർഡൻ കണ്ടിട്ടുള്ളവരിലും കൂടുതൽ കണ്ടിട്ടില്ലാത്തവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരിലും കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. നമ്മളിപ്പോൾ കാണുന്നത് മിറാക്കിൾ ഗാർഡൻ അല്ല, ഇത് ദുബായിലെ റോഡ് സൈഡിലുള്ള കാഴ്ചയാണ്. അവിടെ നിറയെ പെറ്റൂണിയാസാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ നിറയെ പെറ്റൂണിയാസായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടവർക്ക് തന്നെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന വളരെ കൗതുകരമായ കാഴ്ചയാണ് മിറാക്കിൾ ഗാർഡനിൽ. പലപ്പോഴും അവിടുത്തെ പ്ലാന്റ്സ് ഡെക്കറേഷനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പ്ലാന്റ്സ് എന്ന് പറയുന്നതിലും ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നതാവും ശരി. ഇത് മറ്റൊരു റോഡിൻ്റെ സൈഡാണ്. ഇത് വേറൊരു കളർ പെറ്റൂണിയാണ്. ഇവിടെ നിറയെ ഈ പിങ്ക് പെറ്റൂണിയാണുള്ളത്. ദുബായിലെ റോഡ് സൈഡുകൾ ഇത്രമാത്രം മനോഹരമാകണമെങ്കിൽ മിറാക്കിൾ ഗാർഡൻ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഇത് ദുബായിലെ മറ്റൊരു ടൂറിസ്റ്റ് ഏരിയയിൽ രാത്രി സമയത്ത് പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. അവിടെ നിറയെ വെള്ള പെറ്റൂണിയാസാണ് ഉണ്ടായിരുന്നത്. ഇതിനൊരു പ്രത്യേക സുഗന്ധവും ഉണ്ടായിരുന്നു. ഒരു സംശയം തോന്നിയിട്ട് ഒരു മണം വന്നല്ലോ, അതെന്താണെന്ന് ഇങ്ങനെ അന്വേഷിച്ചു. പെറ്റൂണിയാസിന് മണമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇതടുത്ത് ചെന്ന് മണപ്പിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു മണം ഇതിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ നിറയെ വെള്ള പെറ്റൂണിയാസാണ്. ഇനി നമുക്ക് ഭൂമിയിൽ സ്വർഗം താണിറങ്ങി വന്നതുപോലെയുള്ള ഈ മിറാക്കിൾ ഗാർഡനിലേക്ക് പോകാം. ഇവിടത്തേക്കുള്ള സന്ദർശന സമയങ്ങൾ നവംബർ ടു മെയ് ആണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ പകുതി വരെ ഇവിടെ വിസിറ്റിംഗ് ടൈം അല്ല. മെയ് അവസാനത്തോടു കൂടിയൊക്കെ അവിടെ ചൂട് കാലാവസ്ഥ തുടങ്ങുകയാണ്. ഏകദേശം 50 to 52 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ ഉയരാറുണ്ട്. ആ സാഹചര്യത്തിൽ പെറ്റൂണിയ പോലെയുള്ള വിൻ്റർ ഫ്ലവേഴ്സ് ഒന്നും തന്നെ അവിടെ ഓവർകം ചെയ്യില്ല. അതാണ് അവരവിടെ ആ സമയത്ത് വിസിറ്റിംഗ് ടൈം അല്ലാതെ ആക്കുന്നത്. ഒരിക്കലും മറക്കാത്ത നയനാഭിരാമമായ ഈ കാഴ്ച നൽകുന്ന ഈ ഗാർഡനിൽ ഇത്രയധികം പൂക്കളും കാഴ്ചകളും ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇവിടുത്തെ എണ്ണമറ്റ പൂച്ചെടികളും ഇലച്ചെടികളും എപ്പോഴും ഹൈഡ്രേറ്റഡായി ഇരിക്കുന്നത് നമുക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറമുള്ള ബൃഹത്തായ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം വഴിയാണ്. ഇവിടുത്തെ സിറ്റിയിലൂടെയും മുനിസിപ്പൽ ഏരിയയിലൂടെയുമൊക്കെ ഒഴുകുന്ന മലിനജലവും വ്യാവസായികമായ മലിനജലവുമൊക്കെ ശുദ്ധീകരിച്ചാണ് ഈ മിറാക്കിൾ ഗാർഡനിലേക്കുള്ള ഈ ചെടികളുടെ ഇറിഗേഷൻ സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കുന്നത്. ഒരു സമയത്ത് പെറ്റൂണിയ എന്ന് കേട്ടാൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് പോലും ചാടി എഴുന്നേൽക്കുമായിരുന്നു. പെറ്റൂണിയ നാടനും പെറ്റൂണിയ ഹൈബ്രിഡും സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ഒക്കെ അത്രമേൽ മനസ്സിൽ കയറി പറ്റിയ ഒരു സമയമായിരുന്നു അത്. ആ സമയത്താണ് ഞാൻ മിറാക്കിൾ ഗാർഡനിലെത്തുന്നത്. കണക്കില്ലാത്ത പൂക്കൾ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഓർത്തിരുന്നില്ല പിന്നീട് ഒരിക്കൽ എനിക്ക് ഈ വീഡിയോസൊക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിക്കാൻ കഴിയുമെന്നും വളരെ നന്നായിട്ട് വീഡിയോ എടുക്കണമെന്നും ഒന്നുള്ളൊരു ബോധം ഒന്നുണ്ടായില്ല. പക്ഷേ ഇനി ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ ദൈവം അനുവദിച്ച് നന്നായി വീഡിയോ എടുക്കുകയും കുറേ നല്ല കാഴ്ചകൾ കൂടി ഒപ്പിയെടുക്കണമെന്നും വിചാരിക്കുന്നു. അത്രയധികം കണ്ടു തീരാത്തത്ര വിശേഷങ്ങളുണ്ട് നമുക്ക് മിറാക്കിൾ ഗാർഡനിൽ കാണാനായിട്ട്. നമ്മുടെ ചെടിയിൽ നിന്ന് ഒരു പൂ വിരിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ട്. അപ്പോൾ ഇത്രയധികം പൂക്കൾ കാണുമ്പോഴുള്ള നമ്മുടെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ദുബായ് എന്ന രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ ഒരു പങ്ക് വഹിച്ച ഈ മിറാക്കിൾ ഗാർഡൻ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ആസ്വദിക്കാനും കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മകളായി വിറക്കാനും ഈ വീഡിയോ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നിറക്കാഴ്ചകൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹാദിയ.